എടാ എന്തായി? ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛനാന്ന് ഒട്ടും പിടിയും തരുന്നില്ല. ആ എന്നാ പിടി തരുന്ന വേറൊരാളെ എനിക്കറിയാം. ആര്? ലളിതാമ്മ അന്തർജനം. അമ്മയ്ക്കറിയാമോ? ആ എന്നാ പിന്നെ അമ്മ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണിമുടി വല്ല കാര്യങ്ങൾ അറിയാലോ. എടാ ഇത് അങ്ങനെയല്ല, ഇത് അമ്മയും കൂടെ ഒത്തോണ്ടുള്ള കളിയാ. ഒത്തോണ്ടുള്ള കളിയോ? ആ അമ്മ ഇപ്പൊ പഴയ ആളൊന്നും അല്ലടാ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും പഴയ ആളൊന്നും അല്ല. ഈ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാലേ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല. എന്നിട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പിടിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ എന്റെ ഇത്രയും നേരത്തെ ഒരു അന്വേഷണം വെച്ചിട്ടേ ഞാൻ നിന്റെ ഒരു സംഭവം പറയാം. എടി ഇത് കോമൽ കുൽക്കർണിയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. കോമൽ കുൽക്കർണിയോ? പോടാ അവിടുന്ന്. പുള്ളിക്കാരിക്ക് എന്താ ഇതുമായിട്ട് ബന്ധം? ആവേദം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ചോദിക്കും, ഒന്ന് പോയടാ ഇറക്കാം അവിടുന്ന്. പോയടാ ഇറക്കാം അവിടെ നിന്നോ? എടാ അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അമ്മ കൂട്ട് നിൽക്കുവോ അതിന്? എടി ഇതിന്റെ എല്ലാ റീസൺ അറിയാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്യുന്നാണെങ്കിലോ? എടി ഇത് അത് തന്നെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ സർവീസിലിരിക്കുന്ന സമയത്ത് ആ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അച്ഛനെ ഫോൺ കോൾ ചെയ്യും. അതും പോരാഞ്ഞിട്ട് അച്ഛനെ തിരക്കി ആൾക്കാർ ഇങ്ങോട്ട് വരും. പിന്നെ അച്ഛൻ ഒളിച്ചും പാത്തു വരുന്ന ഫോൺ കോൾ ചെയ്യും. സംഭവത്തിൽ തന്നെ അവീതം. അതൊന്നും അല്ല ഇറക്കാം, ഇത് വേറെന്തോ ആണ്. എടി ആണെന്ന് വിത്തിൻ 2 days ഇത് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിന്റെ കൊച്ചിന് എൻ്റെ പേരിട്ടു. എന്റെ കൊച്ചിന് നിന്റെ പേര് ഒന്ന് പോയാ അവിടുന്ന്. പോയായിരിക്കും എന്തോ. എന്തായാലും സുമേഷ് ഇത് കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ചാ കൊള്ളാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് ആ റീസൺ. എടി അത് തന്നെന്ന്. നീ ആദ്യം ഇത് കണ്ടുപിടിക്കും, എന്നിട്ട് അച്ഛനെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു നടക്കും. എടി ഇത്രയും നേരത്തെ എന്റെ അന്വേഷണ സ്ട്രക്ചർ വെച്ച് ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്. എന്നിട്ട് ഇത്രയും നേരത്തെ നിന്റെ അന്വേഷണ സ്ട്രക്ചർ വെച്ച് അമ്മ ഇതിനകത്തുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അത് ഗസ് ചെയ്യാൻ പറ്റില്ല. ആ ഗസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നിന്റെ ഈ ഗസ്. നീ ഇപ്പൊ പറഞ്ഞു അമ്മ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അന്വേഷണ ബുദ്ധി വീണ്ടും കൂടിയില്ലേ? കണ്ടുപിടിച്ചോളാം. കിടന്നില്ലേ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആകെ ഒരു പരവേശം പോലെ. അയ്യോ പരവേശോ? ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോകണോ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ടെൻഷൻ. നിങ്ങൾ വെറുതെ അതും ഇതും ആലോചിച്ച് വെച്ച് വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. കിടക്കാൻ നോക്ക്. ഈ മണികണ്ഠ സാറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം അങ്ങനെ നടത്തിയാലേ സംഗതി ആകെ പൊളിയും. അതിനങ്ങേര് പത്രസമ്മേളനം ഒന്നും നടത്തിയില്ലല്ലോ. നടത്തുമെന്ന് നമുക്ക് നോക്കാന്നേ. എന്തോ നോക്കാന്ന്? എന്റെ ജോലി കൊടിവീശലാണെന്ന് പുറത്തെങ്ങാനും പറഞ്ഞാലേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരവസ്ഥയില്ല. എന്തെങ്കിലും വന്നാൽ ഞാൻ പിള്ളേരോട് അതെല്ലാം പറഞ്ഞോളാം. നീ അവരോട് പറയാൻ പോണോ? അതെ, നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടും നമ്മൾ കല്യാണം കഴിച്ചതൊക്കെ. പിന്നെ ഇനി ആരെയാ നമുക്ക് ബോധിപ്പിക്കണ്ടേ? പറയുമ്പോ എല്ലാ എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റും. പക്ഷെ ഉത്തമന്റെ പിള്ളേരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂടി? ഞാനാണെ ഉത്തമനെ വിളിക്കാൻ നോക്കിയിട്ട് അവനാണെ ഫോണും എടുക്കുന്നില്ല. നീ ഇപ്പൊ എന്തിനാ അവനെ വിളിക്കുന്നേ? അല്ല, ഞാൻ വിചാരിച്ച അവനോടൊന്ന് പറയാന്ന്. വേണ്ട പറയണ്ട. അതല്ലെന്നേ, അവനോടൊന്ന് പറയാം. അവനാകുമ്പം അതിന്റെ കാര്യ ഗൗരവമൊക്കെ മനസ്സിലാവും. നിങ്ങളൊന്ന് സഹായിക്കാനും പറ്റും അല്ലേ? പിന്നെ പറയാല്ലേ? നീ അവനോട് പറ. അല്ലെങ്കിലേ പറയണ്ട. എന്നുവെച്ചാ പ്രശ്നം എന്താ വെച്ചാലേ, ഈ മണികണ്ഠ സാറിന്റെ മനസ്സെങ്ങാനും മാറിയിട്ട് പുള്ളി പത്രസമ്മേളനം നടത്താതിരുന്നാലേ നമ്മൾ ഈ പിള്ളേരോടൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ ഇല്ലാത്ത പൊല്ലാപ്പൊക്കെ തൊള്ളി വെക്കുന്നത്? ഓ മനുഷ്യ കിടന്നുറങ്ങാൻ ഞാൻ നോക്കാം. അച്ഛാ, ഇന്നത്തെ പത്രത്തിൽ വാർത്ത ഉണ്ടോ? വാർത്ത വന്നാ? അച്ഛാ, അമ്മ, അച്ഛാ, 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 എന്തിനാ അമ്മ, അച്ഛേ, അമ്മ, അമ്മ, അച്ഛാ, 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 അമ്മ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ